ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നത് ഒത്തിരി ആൾ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓഫറിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ പ്ലാൻസിൻ്റെ പോട്ടിംഗ് രീതിയും എല്ലാം നമ്മളിതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. എല്ലാ വീഡിയോയിലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും അത്രയൊന്നും മുഴുവനായി കാണുന്നില്ല എന്ന് പലപ്പോഴായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അടുത്ത വീഡിയോ ഇടുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ അടീനത്തിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. പക്ഷെ അതിലും ഞാൻ പ്രത്യേകം പ്ലാന്റിൻ്റെ സൈസൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും അതൊന്നും വാങ്ങാൻ വന്നവരാരും അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവരൊക്കെ പ്ലാന്റിൻ്റെ സൈസ് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണാൻ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിലാണ് നമ്മൾ അതിൽ പറയുന്ന ഓഫറിൻ്റെ കാര്യവും റേറ്റും അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സൈസും എന്ത് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോയിൽ മുഴുവനായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്പർ മാത്രം എടുത്തുകൊണ്ട് പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. നിങ്ങൾ മാക്സിമം വീഡിയോ കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരാൾ നേരത്തെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സമയം വിലപ്പെട്ടതാണ്, കൂടുതൽ ഇങ്ങനെ പറഞ്ഞു തന്നെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതൽ ചിലവാകുന്നുണ്ട് വീഡിയോ കണ്ടിട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് സ്പീഡ് കൂട്ടി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാം. എന്നാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം പാൻറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് ഇതുപോലെ മെറ്റലിൽ പോട്ട് ചെയ്തിട്ടുള്ള രീതികളും. അതുപോലെ ഞാൻ ഇത് പോട്ട് ചെയ്യുന്ന രീതി ഇപ്പോൾ അടുത്തൊന്നും ചെയ്തിട്ടില്ല. ഒരു വർഷം മുമ്പായിട്ടാണ് നമ്മൾ പോട്ടിങ് വീഡിയോ കാണിച്ചത്, നമ്മളെ ഡെൻഡ്രോബിയം വെറൈറ്റി ഒക്കെ പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആന്തൂറിയാണെങ്കിൽ ഞാനൊരു വർഷം മുമ്പൊക്കെയാണ് ഇത് പോട്ട് ചെയ്യുന്നത് കാണിച്ചത്. അപ്പോൾ ഒരുപാട് ആൾ ഇപ്പോഴും വന്നിട്ട് അത് പോട്ടിങ് വീഡിയോ ഒന്ന് അയച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലാന്റ് വാങ്ങുന്നവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ആന്തോറിയും ഓർക്കിഡും കൂടെ ഒന്നിച്ച് പോട്ട് ചെയ്യുന്നൊരു വീഡിയോ തന്നെ ഇപ്പോൾ ഇടാമെന്ന് കരുതിയത്. അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ കസ്റ്റമറും കേരളത്തിന് പുറത്താണ്. അപ്പോൾ അവർക്കൊക്കെ മലയാളമൊന്നും അറിയാത്ത കാരണം ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇംഗ്ലീഷിലൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കണം, അപ്പോൾ അവർക്കത് കാണാൻ വേണ്ടിയിട്ടും അതും കാണുമ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കമൻസ് വന്നിരുന്നു. ഇപ്പോൾ അവരും അടുത്ത് കമൻസൊക്കെ നിർത്തി തോന്നുന്നു, ഇപ്പോൾ വരാറില്ല. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പേ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ചിലർ ചോദിക്കാറുണ്ട് നമ്മളെ ഡെൻഡ്രോബിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡാൻസിങ്ങുകളൊക്കെ ഇതിൽ വളർത്താൻ വേണ്ടി പറ്റുമോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത്. ഞാൻ മെറ്റലിൽ തന്നെ വളർത്തിയിട്ട് ഫ്ലവർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് പ്ലാന്റും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഡെൻഡ്രോബിയം ഫെലിനോപ്സ് മാത്രമല്ല, ഞാൻ കാറ്റ്ലിയും എല്ലാ വെറൈറ്റിയും ഞാൻ അതിൽ തന്നെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇത് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് ഉപയോഗമാകാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും ഒന്നും കൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മുഷിച്ചിൽ വരുന്നുണ്ടാവും എന്നറിയാമെങ്കിലും എനിക്കിത് കാണിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ഈ പോട്ടിങ് രീതി കാണിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടുത്തി കാണിക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഇപ്പം നമ്മൾ കോംബോ പാക്ക് കൊടുക്കുന്ന പ്ലാൻസാണ് ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാം റെയർ വെറൈറ്റി മാത്രമാണ്. നോർമൽ ഇപ്പം ഞാൻ എടുക്കാറില്ല, റെയർ മാത്രമാണ്. അപ്പോൾ 1950 രൂപയ്ക്ക് 10 പ്ലാന്റിൻ്റെ ഒരു കോംബോ പാക്കാണ് വരുന്നത്. പിന്നെ റെയറൊക്കെ ഞാൻ വെച്ച് വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ, ചെറിയ പ്ലാന്റോടല്ല. പിന്നെ പുതിയത് സ്റ്റോക്ക് തീർന്നതൊക്കെ വീണ്ടും പുതിയത് വന്നതിൽ ചെറിയ പ്ലാന്റ് ഉണ്ട്. ബാക്കിയൊക്കെ ഞാൻ 2 മാസത്തോളം വളർത്തി നല്ലൊരു സൈസായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ആന്തോറിയം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആന്തോറിയത്തിൻ്റെ പോട്ടിംഗ് മീഡിയം ഓർക്കിഡിൻ്റെയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് തന്നെ രണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ആന്തോറിയത്തിൻ്റെ ഒരു കോംബോ പാക്കാണ് ഇനി അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫുൾ പോട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിംഗിൾ ഷൂട്ട് ഞാനിനി പോട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, ഫുൾ റെഡ് ആയിട്ടുള്ള. അപ്പോൾ അതാണ് നമ്മളെ സിംഗിൾ ഷൂട്ട് വരുന്നത്. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇതിൻ്റെ ഓഫറിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് 1600 രൂപയ്ക്ക് 8 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ പാക്കാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 8 കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രീൻ ഇതിൽ ഉൾപ്പെടില്ല. ഗ്രീന് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന റേറ്റിൽ നിന്ന് കുറച്ച് റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ദിവസത്തെ മാത്രം ഓഫറാണിത്.
അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ ഓഫർ ഉണ്ടാവില്ല. അപ്പോൾ പലരും ആദ്യമൊക്കെ സെലക്ട് ചെയ്ത് പോകും, എന്നിട്ട് പിന്നെ അവർ തോന്നുമ്പോഴാണ് ക്യാഷ് ഇടുക. ബുദ്ധിമുട്ടായിട്ടായിരിക്കും അറിയാം, പക്ഷേ നമ്മൾ ഓരോ ഓഫർ വെക്കുമ്പോൾ അതിൻ്റെ രീതിയിലേ പോകാൻ പറ്റുള്ളൂ. പലർക്കും പിന്നെയും പാവം തോന്നി നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പോഴേക്കിനും പ്ലാൻസും തീർന്നിട്ടുണ്ടാവും. അപ്പോൾ പുതിയ പ്ലാന്റ് വരുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സ്റ്റോക്ക് തീരാറാവുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓഫർ വെക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കോംബോ പാക്ക് എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇതിലൊന്നും കൂടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മെറ്റലിൽ വളർത്തിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഇതിൽ മെറ്റൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മെറ്റൽ അന്ന് നമ്മൾ പോട്ട് ചെയ്തതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വളങ്ങൾ ഇട്ടിട്ട് വളർന്ന പ്ലാന്റ്സുകളാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോട്ടിങ്ങിലേക്ക് കടക്കാം. അതിന് ഞാൻ നമ്മളെ മുറ്റത്തിടുന്ന മെറ്റലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുറ്റത്തുനിന്ന് എടുത്ത് ഇപ്പോൾ മുറ്റത്ത് 2 ലോഡോളം മെറ്റലുണ്ടാകുന്നത് അതെല്ലാം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ അടിഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എന്നാലും കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നനയ്ക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയായിക്കോളും. ഇപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് മഴയത്തൊക്കെ മുറ്റത്ത് വെള്ളം കയറുന്നൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഒരു പ്രാവശ്യം ഇട്ട മെറ്റൽ ഇങ്ങനെ ആകെ വൃത്തിയുടെയപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ലോഡും കൂടെ ഇട്ടു. ഇപ്പം മുകളിലത്തൊക്കെ തീർന്നപ്പോൾ ഏറ്റവും അടിയത്തെ മെറ്റലായതുകൊണ്ടാണ് ആ കളർ വ്യത്യാസം കാണുന്നത്. ഇത് ഒന്ന് നന്നായിട്ട് കഴുകിയാൽ തന്നെ വൃത്തിയാവുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കഴുകി എടുക്കണം അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ അഴുക്കുണ്ടെങ്കിലൊക്കെ നമ്മൾ മുകളിൽ നന്നായിട്ട് വെള്ളം നനയ്ക്കുമ്പോൾ അത് വാർന്നു പോകും. അതുപോലെ നിങ്ങൾ പോട്ട് ശ്രദ്ധിക്കേണ്ട, നല്ല ഹോൾസുള്ള പോട്ടാകാൻ വേണ്ടിയിട്ട് നോക്കണം, വെള്ളം കെട്ടി നിൽക്കരുത്. മുമ്പ് ഞാൻ ഒരു കോംബോ പാക്ക് ഇതുപോലെ മെറ്റലിൽ പോട്ട് ചെയ്യുന്ന രീതി ഒരു 1.5 വർഷം മുമ്പായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോർമൽ പോട്ടിലല്ല, ഓർക്കിഡ് പോട്ടിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അയച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോട്ടിൻ്റെ കാര്യങ്ങൾ വീണ്ടും പ്രത്യേകം പറയേണ്ടതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നോർമൽ പോട്ട് എത്ര സൈസാണ് വേണ്ടത്, അങ്ങനെ പല സംശയങ്ങളുണ്ട്. അതുപോലെ എത്രത്തോളം താഴേക്ക് ഇറങ്ങി പോകണം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഫുൾ ഭാഗം അതിൻ്റെ കടഭാഗം ഒരിക്കലും താഴത്തേക്ക് പോവാതെ ഇത് ഒപ്പം ഒരേ അളവിൽ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മെറ്റലിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കടഭാഗം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആന്തോറിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ആന്തോറിയം ഇതാണ് നമ്മൾ സിംഗിൾ ഷൂട്ട് എന്നിട്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ നല്ല ബുഷായ നല്ല പ്ലാന്റ് തന്നെയാണ്. 2 3 ഒക്കെ ഫ്ലവർ ഉണ്ടാവും. ചില വെറൈറ്റിയിൽ 4 5 ഫ്ലവർ ഉണ്ടാവും, ചിലതിൽ 1 2 ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും സൈസാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് പോട്ട് ചെയ്യുമ്പോൾ മുമ്പ് ഇത് കഴുകണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ കഴുകാറില്ല, പക്ഷെ ഞാൻ പുതിയതായിട്ട് വാങ്ങി വെക്കുന്നവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവരോട് കഴുകാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നോർമൽ പോട്ടിൽ കുറച്ച് മെറ്റൽ ആദ്യം ഇടുക, എന്നിട്ട് നമ്മളെ പ്ലാന്റ് ഇറക്കി വെക്കുക. എന്നിട്ട് ബാക്കി ഭാഗത്ത് നമ്മൾ മെറ്റലൊപ്പം ഇട്ടിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ കടഭാഗം മൂടരുത്. അതൊന്ന് പുതിയ തൈകൾ വരുമ്പോൾ മെറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. നല്ല താഴ്ന്നു പോയാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒപ്പത്തിന് വെച്ച് അവർക്ക് സുഖമായിട്ട് വളരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മുമ്പ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്ലാന്റ് തന്നെ. ഞാൻ കുറച്ച് ഇങ്ങനെ പുതിയ തൈയൊന്ന് വരായിട്ടൊന്ന് പൊക്കി നോക്കിയപ്പോൾ 2 3 തൈകൾ വന്ന് മടങ്ങി ചുരുങ്ങി അതിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കരുത്. മുകൾ ഭാഗത്ത് തന്നെ വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇളകി പോകുന്നത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇളകും, അല്ലെങ്കിൽ നമ്മളൊന്ന് അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ തട്ടിയാലൊന്ന് ഇളകും. അങ്ങനത്തെ രീതിയിൽ വെക്കരുത്. എപ്പോഴും വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഇത് ഇത് ഇരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴേ പെട്ടെന്ന് വേര് പിടിക്കുകയുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ലീഫും തണ്ടും എല്ലാ ഭാഗവും അതുപോലെ മെറ്റിലൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിൽ ഒന്ന് വലിയ പൈപ്പ് ഇട്ടിട്ട് തന്നെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ അതിലുള്ള എല്ലാ അഴുക്കും താഴേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു പോകും. പിന്നെ മെറ്റലൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നീട് എല്ലാ വേരുകളും വന്നത് മെറ്റൽ ചുറ്റി പിടിച്ചിട്ട് നല്ല ഹെൽത്തി വേരായിട്ട് വന്നോളും. പിന്നെ വീണ്ടും ഞാനിത് ഇടുന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴും ആളുകൾക്ക് പേടിയാണ് ഇത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ചൂടാണ്, മെറ്റൽ ചൂടാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾ ഇങ്ങനെ ഇത് മടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടെയാണ് വീണ്ടും ഞാനിത് കാണിച്ചിട്ടുള്ളത്. ഒരിക്കലും മെറ്റലിൻ്റെ ഉള്ളിൽ ചൂടല്ല, തണുപ്പാണ്. ആ വെള്ളം എപ്പോഴും അതിൽ ഉള്ളിൽ അങ്ങനെ നിൽക്കും. നമ്മളെ മുറ്റത്തിടുന്ന വെയിൽ തട്ടുന്ന ഭാഗം മാത്രമാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്. താഴെ ഒന്ന് ചിക്കി നോക്കിയാൽ മെറ്റൽ താഴ്ഭാഗം ഒരിക്കലും ഉണങ്ങില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും ശരിയാവാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കില്ല.
ഒക്കെ ഓക്കെ ആയതിന് ശേഷം നിറയെ നല്ല പ്ലാന്റ്സൊക്കെ പുതിയ തൈകൾ വന്ന് വേരും നിറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ഓർക്കിഡും ആന്തൂറിയും ഉൾപ്പെടുത്തിയിട്ട് രണ്ടും കൂടെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആന്തൂര്യത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ കാര്യം. ഏറ്റവും നല്ല കമൻസിന് ഒരു ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുകയും കമൻ്റ് ഇടുന്ന ഒരാൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വീഡിയോ മാത്രമല്ല, സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുകയും കമൻ്റ് ഇടുന്ന ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർ ഡീറ്റെയിൽസൊക്കെ അതിൽ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയിലും നിങ്ങൾ ഇതിപ്പോൾ ഓർക്കിഡ് വാങ്ങുന്നവർക്കും കൂടെ ആണ് ഈ ഒരു ഓപ്ഷൻ. ഏറ്റവും നല്ല കമൻസ് ഇടുന്ന ഒരാൾക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും അല്ല, നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഓരോ കാര്യങ്ങൾ എന്താ വെച്ചാൽ അതിനെ പറ്റിയിട്ട് ഒരു കമൻസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു കമൻറ്റിന് സ്ഥിരമായി ഇടുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഈ ആഴ്ചയിൽ. അപ്പോൾ ഈ ആഴ്ച പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ ആഴ്ച കഴിയാറായി. അപ്പോൾ ഇനി അടുത്ത വീക്കിലായിരിക്കും നമ്മൾ അടുത്ത ആളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് സൈലിനുള്ള ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. പിന്നെ പറയാനുള്ളത്, നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് പോട്ട് ചെയ്തിരുന്നു. അത് നമ്മൾ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റിൻ്റെ കോംബോ പാക്കായിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സാണ്. 1680 കൊറിയർ ചാർജ് ഉൾപ്പെടെ 10 പ്ലാന്റാണ് നമ്മൾ ആ ഒരു ഓഫറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ വന്നു പോയിട്ടൊക്കെയുള്ള വലിയ പ്ലാന്റ്സാണ്, നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ കണ്ടല്ലോ. അപ്പോൾ ആ പ്ലാന്റ്സാണ്. അപ്പോൾ ആ ഓഫർ എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇതുപോലെ വാട്സപ്പിലൊന്ന് വിത്തൗട്ട് ഫ്ലവറിൻ്റെ പ്ലാന്റ്സ് ആണെന്നൊന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.